രാവിലത്തെ തണുപ്പ് സഹിക്കാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നലെ രാത്രിയിലെ പോലെ തന്നെ വീണ്ടും ഫയർ വുഡ് കത്തിച്ചിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ സ്റ്റൗവിൽ കട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആറ് മണിക്ക് ടെൻറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന അവസ്ഥയാണ് കേട്ടോ ഇത്. ഇന്നലെ കണ്ട അതേപോലെ തന്നെ, പക്ഷെ കുറച്ച് കുറവുണ്ട് കോടമഞ്ഞ്. നമ്മുടെ ഇടുക്കി നെടുങ്കണ്ടത്തെ 3ാമത്തെ ദിവസത്തെ വ്ളോഗാണിത്. അപ്പോൾ ഇതിന് മുമ്പുള്ള വ്ളോഗ്സ് കാണാൻ വേണ്ടിയിട്ട് മുകളിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ കിട്ടണമെങ്കിൽ ആ വ്ളോഗ്സ് എല്ലാം കാണാം. ആദ്യം നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ തേവാരമ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ട്രെക്ക് ചെയ്ത് അവിടെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്യാമ്പ്. അതിനുശേഷം രണ്ടാമത് നമ്മളിത് ഇവിടെയാണ് വന്ന് ക്യാമ്പ് ചെയ്തേക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് എന്ത് പറയാൻ ചേട്ടാ? അണക്കരമേട് കോട്ടമല എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് നമ്മുടെ 1ാമത്തെ ടെൻറ്റ്, ഇത് നമ്മൾ 2ാമത്തെ ടെൻറ്റ് ഇട്ടത്. അങ്ങോട്ടാണ് നമ്മൾ കയറി ട്രെക്ക് ചെയ്യാൻ പോകുന്ന മല. അപ്പോൾ ഇവിടെ സൺറൈസ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്, പക്ഷേ 6:15 ആകുമ്പോഴത്തേക്കാണല്ലോ ഓൾമോസ്റ്റ് സൺറൈസ് വരുന്നത്. പക്ഷേ അതിവിടെ കാണാൻ പറ്റത്തില്ല, കാരണം മൊത്തത്തിൽ ഇങ്ങനെ കോട നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഈ കോടയൊക്കെ മാറുമെന്ന് വിചാരിക്കാം. അപ്പോഴത്തേക്ക് അത്യാവശ്യം സൺലൈറ്റൊക്കെ വരും. നമ്മൾ ഇന്നലെ തീ കൂട്ടിയത് പാറ ഇതാണ് കേട്ടോ. തീ ഇത് ഇവിടെയാണ് തീ കൂട്ടിയത്. പക്ഷേ ഇന്നലെ നമ്മൾ കൊണ്ടുവന്ന കുടിവെള്ളം തീർന്നു പോയി. ആ കുടിവെള്ളം തീർന്നു പോയപ്പോൾ നമ്മൾ ചെയ്തൊരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അജേഷ് ചേട്ടൻ ഇവിടെ 2 ചെറിയ കുഴികൾ കുഴിച്ചു അവിടെ. അപ്പം ഈ ഒരു പുൽമേട്ടിൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെള്ളം പല തട്ടുകളിലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് വെള്ളത്തിനൊരു ഡെഫിഷ്യൻസി ഇവിടെ ഉണ്ടാകത്തില്ല. ഇവിടെ ചെറിയൊരു കുഴി കുഴിച്ചാൽ തന്നെ വെള്ളം വരും. അത് ഇങ്ങനെ ഒരു സ്ലോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അരിച്ചവിടെ വരികയും ചെയ്യും. അപ്പോൾ അതേ രീതിയിൽ ഞങ്ങൾ 2 കുഴി കുഴിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് പാത്രം കഴുകാനുള്ള വെള്ളവും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാപ്പിക്കുള്ള വെള്ളമൊക്കെ അതിനകത്ത് നിന്ന് എടുക്കാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ പക്ക പ്രകൃതിയിൽ നിന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മുടെ ഇന്നലത്തെ ക്യാമ്പിങ്. അതെ, നാച്ചുറൽ സ്ക്രബറാണിത്. എല്ലാം നാച്ചുറലാണ് കേട്ടോ. രാവിലത്തെ തണുപ്പ് സഹിക്കാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നലെ രാത്രിയിലെ പോലെ തന്നെ വീണ്ടും ഫയർ വുഡ് കത്തിച്ചിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ സ്റ്റൗവിൽ കട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അജേഷേട്ടനും സേതുവും തീയുടെ ചുവട്ടിലിങ്ങനെ ഇരിപ്പുണ്ട് തണുപ്പത്ത്. ഇവിടുത്തെ ഒരു തണുപ്പ് പറയുകയാണെങ്കിൽ ഏതാണ്ടൊരു 10 ഡിഗ്രിക്ക് താഴെ അല്ലേ ചേട്ടാ? ഏതാണ്ടൊരു 10 ഡിഗ്രിക്ക് താഴെയുള്ള തണുപ്പാണ് ഇവിടെ കാണുന്നത്. ചില ദിവസങ്ങളിലൊക്കെ ഈ മേഖലകളിൽ സൂര്യനെ നമുക്ക് ഉച്ചയ്ക്ക് പോലും കാണാൻ പറ്റില്ല, അതുപോലെ കോട വന്ന് കയറി നിൽക്കും.
നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്തേക്കുന്ന ഈ അണക്കരമേട് എന്ന് പറഞ്ഞ സ്ഥലം ഏതാണ്ടൊരു എലവേഷൻ എന്ന് പറയുന്ന ഒരു 2000 മീറ്ററിൻ്റെ എലവേഷനുള്ളൊരു സ്ഥലമാണിത്. മൂന്നാറിൻ്റെയൊക്കെ ആ ഒരു ഹൈറ്റ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കോട ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത, അതായത് ക്യാമ്പ് ചെയ്തിട്ടുള്ള സ്ഥലമായിട്ടുള്ള തേവാരംപേട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രത്തോളം കട്ടിയായിട്ട് കോടയില്ല, കാറ്റും നമുക്കിവിടെ രാവിലെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ രാത്രിയിൽ നല്ല കാറ്റായിരുന്നു. ഞങ്ങൾ തീയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തു. അങ്ങ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഗോപാൽപ്പൽപ്പൊടി അല്ലേ? വീട്ടിൽ പോലും പല്ല് തേക്കില്ലാത്തവന്മാരാണ് മലമണ്ട വന്നിട്ട് പല്ല് തേക്കുന്നത്. നാച്ചുറലി നമ്മൾ പല്ല് തേക്കാൻ പാടില്ല കേട്ടോ. ഇത് ഇന്നലെ ഉണ്ടാക്കിയ ചെറിയൊരു ഓലിയല്ലേ? ഞാൻ മാത്രം ഉണ്ടാക്കിയതല്ല, ഇത് പന്നി കുഴിച്ചതാണ്. ഓ, ഇത് പന്നി കുഴിച്ചാലേ? പന്നി കുഴിച്ചത് ഞാനൊന്ന് വൃത്തിയാക്കി വെച്ചു മാത്രമേ ഉള്ളൂ. ഈ ആദ്യത്തെ വെള്ളം നമ്മള് കളയണ്ടേ? തോയി കളയണ്ടേ? ഇത് പക്ക പ്യൂർ ആണോ? ഇതാണല്ലേ ഗോപാൽ പൽപ്പൊടി. ഇന്നലെ നമ്മൾ വാങ്ങിച്ചാ വീട്ടിൽ പോലും പല്ല് തേക്കില്ലാത്തവന്മാർ രാവിലെ വന്നിട്ട് ജാടയ്ക്ക് പല്ല് തേക്കുന്നു. ഇതൊന്നും വീഡിയോ വരില്ല കേട്ടോ. തീയൊക്കെ കൂട്ടിയിട്ട് തീയുടെ ചുവട്ടിലിരുന്ന് നല്ല ചൂട് കട്ടൻ കാപ്പിയൊക്കെ കഴിച്ച് നമ്മൾ ശരീരമൊക്കെ ചൂടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി ട്രെക്കിംഗ് ആണ് രാവിലത്തെ. അപ്പോൾ ട്രെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നത് ഈ താഴ്വാരത്ത് കൂടെയാണ് കേട്ടോ. ഇത് നല്ല സ്ലോപ്പാണ്. ഇവിടെ എല്ലാം ഈ കാട്ടുപന്നി വന്ന് കുഴിച്ചേക്കുന്ന കുഴികളുണ്ട്. അപ്പോൾ ആ കുഴികളിൽ ചവിട്ടി പോകണമെങ്കിൽ നമുക്ക് വീഴാതെ പോകാൻ പറ്റും. പക്ഷെ അതിലെല്ലാം വെള്ളമുണ്ട്. ഈ പുൽമേടുകളിലെല്ലാം വെള്ളത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ കയറി പോകാൻ പോകുന്നത് ആ വഴിയാണ്. ഈ ഇതിലേ കയറി ആ മുകളിലേക്കൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ള പീക്കാണ്. ആ പീക്കിലേക്കാണ് നമ്മൾ ട്രെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഭയങ്കര രസമാണ് കേട്ടോ. പെട്ടെന്ന് കോട വരും, അതേപോലെ പെട്ടെന്ന് കോട മാറും. കോട മാറിക്കഴിയുമ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ താഴ്വാരത്തിൻ്റെ ഒരു ഭംഗി ശരിക്കും കാണാൻ പറ്റും. പക്ഷെ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ മാക്സിമം 1 സെക്കൻഡ് 1 മിനിറ്റ് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് കോട കയറി പോവും. അപ്പോൾ നമ്മളിത് ഈ വഴിയാണ് കയറി പോകാൻ വേണ്ടി പോകുന്നത്. ആ പീക്കിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ആണെന്നാണ് അജേഷ് ബ്രോ പറഞ്ഞത്. പ്രകൃതി തന്നെ ഒരു തരത്തിലുള്ള ഒരു ബോർഡർ ഇവിടെ പാറയിൽ ക്രിയേറ്റ് ചെയ്തേക്കുവാണ്. എനിക്ക് വല്ലാത്തൊരു സാധനം തന്നെ ഇത് കേട്ടോ. ഒരു ചൈനയുടെ വൻമതിൽ പോലെ ഇങ്ങനെ നേച്ചർ ക്രിയേറ്റ് ചെയ്തേക്കുന്നൊരു സംഭവമാണിത്. ഇത് നമ്മുടെ 3 മച്ചാന്മാരിതേ പാറപ്പുറത്ത് കൂടെ അള്ളിപ്പിടിച്ച് കയറി പോകുന്നു. ശരിക്കും നമ്മൾ ഇതിലൂടെ ട്രെക്ക് ചെയ്യുമ്പോണല്ലോ ഉത്തരാഖണ്ഡിലെ വാലി ഓഫ് ഫ്ലവേഴ്സിൽ കൂടെയൊക്കെ പോകുന്ന ആ ഒരു ടൈപ്പ് ഭൂപ്രകൃതിയാണ് ഇവിടെ. നല്ല ചെറിയ നല്ല അടിപൊളി പൂക്കളൊക്കെ ഉണ്ട്. ഈ ചെടിയുടെയൊക്കെ കളർ നോക്കി ഒരു വെറൈറ്റി സാധനമാണ്. ഇത് നല്ല കളറുള്ള ചെടിയാണ്. ഇതിൻ്റെ തണ്ടിന് തന്നെ നല്ല ചുവപ്പ് നിറമാണ്. നല്ല ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പാണ് കേട്ടോ.
ട്രെക്കിംഗ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. വലിഞ്ഞു കൊത്തി 4-ലാണ് കയറിയത്. അങ്ങനെ വലിഞ്ഞു കൊത്തിയതേ ആ പീക്കിൻ്റെ മുകളിൽ നമ്മൾ എത്തി കേട്ടോ. പാറയുടെ മുകളിൽ എത്തുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നല്ല പൊള്ളി പുൽമേടുകൾ, നല്ല ഭംഗിയുള്ള പൂക്കൾ നിറഞ്ഞ പുൽമേടാണ് മുകൾ. അപ്പോൾ സൂര്യൻ്റെ അടിപൊളിയായിട്ട് ഒതിച്ച് നിൽക്കുന്നു. കോടമഞ്ഞ് മാറിയിട്ട് നമുക്ക് എല്ലാ മേഖലയും നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ടെൻറ്റ് ചെയ്തേക്കുന്ന സ്ഥലം കാണിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ടെൻറ്റ് ചെയ്തേക്കുന്ന സ്ഥലം ദേ കണ്ടോ, നമ്മുടെ ടെൻറ്റ്, ആദ്യത്തെ ടെൻറ്റ്, രണ്ടാമത്തെ ടെൻറ്റ്. ശരിക്കും ഇതിലേ കയറി വരാം, പക്ഷേ കാടാണ്. അപ്പോൾ ചിലപ്പം ചെറ റെപ്റ്റൈൽസ് ഒക്കെ കാണാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളഞ്ഞ് പാറക്കട കയറി വന്നത്. അടിപൊളി. ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്ന ഈ പാറപ്പുറമാണ് നമ്മുടെ ടെൻറ്റ് ചെയ്തേക്കുന്ന ആ പീക്കിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു അവരിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അടുത്ത പീക്കാണ്. മലനിരകൾ ഇത് ഇങ്ങനെ അങ്ങ് പോവാണ്. അതിൻ്റെ മുകളെന്ന് പറഞ്ഞാൽ ഇത് അവിടം വരെ പോകണം. പക്ഷെ അവിടം വരെ നമ്മളിപ്പോൾ പോകുന്നില്ല. കാരണം ഒന്ന് സമയം പോയി, രണ്ട് നമുക്ക് അവിടെ വരെ കയറേണ്ട ആവശ്യമില്ല. കാരണം അവിടെ കയറിയാലും ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ മാത്രമേ കിട്ടത്തുള്ളൂ. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേ ആ ഒരു മല, അതിൻ്റെ അപ്പുറഭാഗമൊക്കെയാണ് ചതുരംഗപ്പാറ എന്നൊക്കെ പറഞ്ഞ സ്ഥലം. ഈ ഇവിടം എന്നൊക്കെ പറയുന്നത് നമ്മുടെ തമിഴ്നാട് ഭാഗമാണ്. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കമ്പംമെട്ട്, ആ ഒരു കോവെ എന്ന് പറഞ്ഞ തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കാണുന്നത്. നമ്മുടെ ടെൻറ്റ് ദേ കോടമഞ്ഞ് മൂടുവാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ കോട വരുന്നു, പെട്ടെന്ന് പോകുന്നു. വീണ്ടും ചില സമയങ്ങളിൽ വന്ന് നിൽക്കും. വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം മണിക്കൂറോളം നിൽക്കും, ചിലപ്പം പെട്ടെന്ന് തന്നെ മാറും. ശരിക്കും ഇടുക്കി ജില്ലയിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നും കേട്ടോ. കാരണം ഹിമാലയാത്രയൊക്കെ നടത്തിയ ആളുകൾക്ക്, ഉത്തരാഖണ്ഡിലൊക്കെ പോയ ആളുകൾക്കറിയാം, ചോപ്റ്റ വാലിയുടെയൊക്കെ ഒരു പക്ക ഫീലാണ് കേട്ടോ നമുക്കിവിടെ നോക്കാനൊക്കെ കാണുന്നത്. കാരണം ഒരു പച്ചപ്പ്, നല്ല രീതിയിലുള്ള മഞ്ഞ്, പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ നീരുറവകളിൽ ഈ സൂര്യപ്രകാശം തട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന സൂര്യപ്രകാശം തട്ടിയിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ, ഇതൊക്കെ ശരിക്കും നമ്മൾ കണ്ടേക്കുന്നത് ഹിമാലയത്തിലാണ്. അപ്പോൾ നമുക്ക് ഇടുക്കി ജില്ലയിൽ വന്നാലും അത്രയ്ക്കും വിസ്താരണമായിട്ടുള്ള ഒരു അടിപൊളി താഴ്വാരവും ഹിമാലയത്തിൻ്റെ പ്രതീതി, നല്ല കോടമഞ്ഞൊക്കെ കാണാനുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഈ ആ പച്ചപ്പെന്നൊക്കെ പറയുമ്പോൾ ആ പുൽമേടിൻ്റെ സൈഡിൽ ബ്ലൂ സ്കൈ, ഇതേ അജയ് ചേട്ടൻ അവിടെ നിന്ന് നേച്ചർ ആസ്വദിക്കുന്നു. സേതും റിക്കിതേ അവിടെ ഇരുന്ന് തമിഴ്നാടിൻ്റെ വ്യൂ ഇപ്പം കിട്ടും എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. കുറേ നേരമായി വായും പൊളിച്ചിരിക്കാൻ നോക്കിയിട്ട്. കോട വരുന്നു, വീണ്ടും വരുന്നു, നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മളെ ടെൻറ്റ് ഇതേ അവിടെ, നമ്മൾ ബൈക്ക് വെച്ചേക്കുന്നത്, നമ്മൾ വന്ന ബൈക്ക് വെച്ചേക്കുന്നത് ആ ഭാഗമാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ അജയ് ചേട്ടൻ്റെ ക്യാമ്പ് സൈറ്റ്. ഇവിടെ ശരിക്കും ആരെയും അങ്ങനെ കൊണ്ടുവന്ന് ടെൻറ്റ് ചെയ്യിപ്പിക്കാറൊന്നുമില്ല. ആർക്കും ടെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ലത്. നമ്മളിത് ജസ്റ്റ് ഒന്ന് കയറിയെന്ന് മാത്രം. ആ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് മേഘമല തേക്കടി ഭാഗമാണ്. അങ്ങോട്ടാണ് നെടുങ്കണ്ടം വരുന്നത്. ഈ കോടമഞ്ഞിൻ്റെ അകത്ത് തന്നെ കുറേ കാറ്റാടി യന്ത്രങ്ങൾ, വിൻമിൽസ് കാണാൻ പറ്റും. അതിപ്പം കോടയുള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. വലിയൊരു താഴ്വാരമാണ് ഉള്ളത്. നമ്മളിവിടെ വന്നിട്ട് ബ്ലൂ സ്കൈ കണ്ടില്ല എന്നുള്ള ആ ഒരു വിഷമവും കൂടെ ഇപ്പം നേച്ചർ മാറ്റി തന്നേക്കുവാണ്. മുകളിൽ നല്ല നൈസ് ഒരു വ്യൂ, നല്ല ബ്ലൂ സ്കൈയും കൂടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ പോയ എല്ലാ മേഘങ്ങളും ഉണ്ടല്ലോ, ഇത് അങ്ങോട്ടാണ് പോയേക്കുന്നത്. നമ്മളെ കവർ ചെയ്ത് പോയ മേഘങ്ങളെല്ലാം ഇത് അവിടെ പോയി നിൽപ്പുണ്ട്. ബ്ലൂ സ്കൈ പൊള്ളി ഒരു ഫീലാണ്. ആഹാ, നൈസല്ലേ.
തമിഴ്നാടിൻ്റെ വ്യൂ മുകളിൽ നിന്ന് കാണാമെന്നുള്ള നമ്മുടെ ശ്രമം എന്തായാലും പരാജയപ്പെട്ടു. കാരണം ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ട് കോട കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ താഴെ വന്നിട്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മൊത്തം എടുത്ത് പാക്ക് ചെയ്ത് സ്ഥലം വിടുക എന്നുള്ളതാണ്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 9 മണിയായിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു 6 മണി ആയതിൻ്റെ ഫീലേ ഉള്ളൂ. എത്ര സമയം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ മടുക്കില്ല. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടെ നിന്നുള്ള പ്രകൃതിയിലെ ആ കുറച്ച് വെള്ളവും ഒരു കട്ടൻ കാപ്പിയും മാത്രമേ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പായ്ക്കപ്പ് ആണ്. അപ്പോൾ ഞങ്ങൾ പായ്ക്കപ്പായിട്ട് നിൽക്കുവാണ്. നമ്മൾ ഇന്നലെ ക്യാമ്പ് ഫയർ കൂട്ടിയ സ്ഥലമാണ്. എല്ലാ വേസ്റ്റും എടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക്കായിട്ട് ഒന്നും എടുത്തിട്ടില്ല. അതേ സേതു റോഡയിൽ എല്ലാ സാധനമുണ്ട്. നമ്മളായിട്ട് ഇവിടെ വന്നതിൻ്റെ ഒരു സൂചനയില്ല. ആകെയുള്ളൊരു സൂചന അതെ ഈ പുല്ലാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ ടെൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കിടന്ന സ്ഥലം. അവിടെ അതുപോലെ വേറെ ഒരു തരത്തിലുള്ള റിമാർക്ക് നമ്മളിവിടെ വെച്ചിട്ടില്ല. അപ്പോൾ അടിപൊളി ഒരു ക്യാമ്പിംഗ് ആയിരുന്നു അല്ലേ? അടിപൊളി 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 ഒരു വല്ലാത്തൊരു നമുക്കെന്നാ ഇവിടെ അല്ല ചേട്ടാ പോലെ നമ്മൾ രാവിലെ ട്രക്ക് ചെയ്ത് അങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടതേ ഒരു സാധനം അവിടെ അങ്ങോട്ട് ഈ വടി കവർ ചെയ്ത് ആരും വരരുത്. അപ്പോൾ ഇനി നേരെ താഴെ പോയിട്ട് വണ്ടി എടുത്തിട്ട് നേരെ വിട്ടു പോകണം. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ കുത്തിയ കമ്പ്, ടെൻറ്റ് ചെയ്ത സ്ഥലം എല്ലാം വിട പറഞ്ഞ് നമ്മളിത് ഇറങ്ങുമ്പോൾ എന്താണ് പരിപാടി? ഇത് വെരി ഗുഡ്, നൈസ്. ഭൂമി വന്ദനവും വെള്ളം കൂടിയും കൂടെ ഒരുമിച്ച്. ആഹാ, എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് അല്ലേ? ഇത് നമ്മൾ കഴിച്ച ആദ്യത്തെ ചെറിയ ഒലി. നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടോ, നല്ല തെളിഞ്ഞ വെള്ളം. അവിടുത്തെ രണ്ടാമത്തേത്. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് നമ്മുടെ കയ്യിൽ വെള്ളം തീർന്നു പോയാലും ഒന്നും കൊണ്ടും പേടിക്കണ്ട. വെള്ളമൊക്കെ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. ഇറങ്ങാം. നമ്മുടെ 3 ദിവസത്തെ ഇടുക്കി നെടുങ്കണ്ടം ട്രക്കിംഗ് ആൻഡ് ക്യാമ്പിംഗ് വീഡിയോ ഇവിടെ നമ്മൾ നിർത്താൻ പോവാണ്. അപ്പോൾ നമ്മൾ താഴെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു 3 ദിവസത്തെ ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളി അനുഭവമായിരുന്നു കേട്ടോ. നമ്മൾ ക്യാമ്പ് ചെയ്തേക്കുന്ന പല സ്ഥലങ്ങളും ഇതേവരെ ആരും ക്യാമ്പ് ചെയ്യാത്ത സ്ഥലങ്ങളാണ്. മലയുടെയൊക്കെ മുകളിൽ കയറിയിട്ടാണ് ക്യാമ്പ് ചെയ്ത്. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നമുക്ക് പോസിബിൾ ആയത് മറ്റൊന്നും കൊണ്ടല്ല, അജേഷ് ചേട്ടൻ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഇവിടെ എങ്ങും എത്തത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അജേഷ് ചേട്ടനെ വിളിച്ചപ്പോൾ ചോദിച്ചത് ഇവിടെയുള്ള 1-2 സ്ഥലങ്ങൾ ഒരു ട്രക്കിംഗ് ട്രെയിൽസ് ഒന്ന് പരിചയപ്പെടുത്തി തരണമെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ആൾ പരിചയപ്പെടുത്തി തരുമല്ല ചെയ്തത്. കൂടെ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ കൂടെ ടെന്റ് അടിച്ച് ഒരു ശരിക്കും പറഞ്ഞ ഒരു 18കാരന്റെ സ്പിരിറ്റോട് കൂടി നമ്മളോട് കട്ടയ്ക്ക് കേട്ടോ. 18 ആയിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു മാരക അനുഭവമായിരുന്നു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ആളൊരു അടിപൊളി ട്രാവലറാണ്. ആള് ഒരു ട്രാവൽ കൺസൾട്ടന്റ് മാത്രമല്ല, നല്ലൊരു ട്രാവലറാണ്. ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അതുകൂടാതെ നേപ്പാളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ 4 വീലിലും 2 വീലിലൊക്കെ പോകാറുണ്ട്. പക്ഷെ ഇദ്ദേഹം ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് 60 ദിവസത്തെ ട്രിപ്പ് ചെയ്തു. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന വണ്ടിയിൽ അച്ഛനെയും അമ്മേനെയും കൊണ്ട്, അതായത് 68 വയസ്സും 70 വയസ്സുമുള്ള അച്ഛനെയും അമ്മേനെയും കൊണ്ട് 60 ദിവസം നീളുന്ന ഓൾ ഇന്ത്യ ട്രിപ്പ് സക്സസ് ആയിട്ട് അച്ചീവ് ചെയ്തിട്ടുള്ള ആളാണ് നമ്മുടെ അജേഷ് ചേട്ടൻ. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല, അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമൊന്നുമല്ല. അപ്പോൾ നമ്മളിപ്പോൾ നേരെ അജേഷ് ചേട്ടൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് അച്ഛനെ അമ്മേനെ ഒന്ന് പരിചയപ്പെടുന്നുണ്ട്. കാരണം അത്രയും സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള അത്രയും വലിയൊരു ട്രാവലേഴ്സ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാമല്ലോ. അപ്പോൾ അതും നമ്മളൊന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന മച്ചാന്മാർ, ഈ വീഡിയോ കണ്ട് വരുന്ന മച്ചാന്മാർ, നമ്മളിപ്പോൾ ട്രെക്ക് ചെയ്ത ക്യാമ്പ് ചെയ്ത സ്ഥലങ്ങളിലേക്കൊന്നും ഡയറക്റ്റ് കയറി പോകുന്ന ഒരു ഓപ്ഷൻസ് ഇല്ല. ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ 2 ദിവസം ടെൻറ്റ് ചെയ്ത സ്ഥലവും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ അജേഷ് ചേട്ടൻ്റെ ഹെൽപ്പ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ അജേഷ് ചേട്ടൻ്റെ നമ്പർ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അദ്ദേഹത്തെ വിളിക്കുക. അതല്ലെങ്കിൽ നമ്മളെ തന്നെ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്ത് തരാം. കാരണം ഇതിനകത്ത് നമ്മൾ പോയ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ പലതും ഫോറസ്റ്റ് ഭൂമിയാണ്, റവന്യൂ ഭൂമി വിത്ത് ഫോറസ്റ്റ് ഭൂമിയാണ്.
അപ്പോൾ അതിൻ്റെ കൃത്യമായ സ്ഥലമൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യാൻ വേണ്ടി. ഫോറസ്റ്റ് സ്ഥലത്ത് പോയിട്ട് ക്യാമ്പ് ഫയർ ചെയ്യണമെങ്കിൽ ഒരു 50,000 രൂപ മിനിമം നമുക്ക് ഫൈൻ വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യണം. നമ്മളിപ്പോൾ ട്രെക്ക് ചെയ്ത് നമ്മൾ ക്യാമ്പ് ചെയ്തേക്കുന്ന ഒരു സ്ഥലത്തും യാതൊരു വിധത്തിലുള്ള വേസ്റ്റും ഇല്ലാത്ത സ്ഥലമാണ്. നമ്മൾ അവിടെ പോയിട്ട് നമ്മളും നമ്മുടെ കൊണ്ടുപോയ മാഗിയുടെ കവറായാലും ബ്രെഡിന്റെ കവറായാലും ഒരു തുണ്ട് കടലാസ് പോലും അവിടെ ഇടാതെ കൃത്യമായിട്ട് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ കാര്യത്തിലേക്ക് അജയ് ചേട്ടൻ വളരെ സ്ട്രിക്റ്റ് ആണ്. നമ്മളും ആ കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ ഇനി പോകുന്ന മച്ചാന്മാരും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം വെസ്റ്റേൺ ഘട്ടത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണിത്. നമ്മളായിട്ട് ഇവിടെ നശിപ്പിക്കരുത്. അത്രയും നല്ല ട്രെക്കിംഗ് ട്രെയിൽസ് ആണ് ഇവിടെ. ഇതൊക്കെ കൂടുതൽ ഇനിയും നന്നായിട്ട് കയറി പോകാനുള്ള സ്ഥലമാണ്. ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവട്ടെ. വീണ്ടും വീണ്ടും നിങ്ങളുടെ യാത്രകൾ പുതിയ കാര്യങ്ങളിൽ തേടിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ മുമ്പുള്ള 2 വീഡിയോസിന് ലിങ്ക് മോളിൽ കൊടുത്തിട്ടുണ്ട്. ഇടുക്കി നെടുങ്കണ്ടത്തുള്ള നമ്മുടെ തേവാരമേട്, അതിനുശേഷമുള്ള ട്രെക്കിങ്, അതിനുശേഷമുള്ള ഇന്നത്തെ ഒരു ക്യാമ്പിങ്, അണക്കരമേട് എന്ന് പറഞ്ഞ ക്യാമ്പിങ്. അപ്പോൾ ആ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് മുകളിൽ നോക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന മച്ചാന്മാർ ഈ ചാനലും ഇതിലെ വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ എടുക്കുന്നത് നമ്മുടെ സേതു ബ്രോ, പുറകിൽ റിക്കി, ഇവിടെ നമ്മുടെ സ്വന്തം അജയ് ചേട്ടൻ. ബൈ.